മലയാള സിനിമയിലെ യുവതാരങ്ങളിൽ ശ്രദ്ധേയ സാന്നിധ്യമാണ് അഹാന കൃഷ്ണ. പ്രശസ്ത നടൻ കൃഷ്ണകുമാറിന്റെ മകളായി സിനിമയിൽ എത്തിയെങ്കിലും തന്റേതായ അഭിനയ ശൈലിയും സാമൂഹിക ഇടപെടലും കൊണ്ട് സ്വന്തമായ ഒരു ഇടം അവർ നേടിയെടുത്തു. അഭിനയ രംഗത്തെ തിരഞ്ഞെടുപ്പുകളിലെ സൂക്ഷ്മതയും സോഷ്യൽ മീഡിയ രംഗത്തെ സജീവതയും കുടുംബ ബന്ധങ്ങളോടുള്ള ആഴമായ സ്നേഹവും അഹാനയെ യുവതലമുറയ്ക്ക് പ്രിയങ്കരിയാക്കുന്നു. ഈ താരപുത്രിയുടെ കരിയർ വളർച്ച, വ്യക്തിപരമായ ഇടപെടലുകൾ, ഏറ്റവും പുതിയ വിശേഷങ്ങൾ എന്നിവ വിശദമായി തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അച്ഛന്റെ പാത പിന്തുടർന്ന് സിനിമയിലെത്തിയ താരപുത്രിമാർ നിരവധിയാണെങ്കിലും അഹാനയുടെ സിനിമാ പ്രവേശന രീതി ശ്രദ്ധേയമായിരുന്നു. കൗമാരത്തിൽ തന്നെ അവസരങ്ങൾ ലഭിച്ചിരുന്നെങ്കിലും പഠനം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ സിനിമയിൽ സജീവമാകുകയുള്ളൂ എന്ന നിലപാടാണ് അഹാന സ്വീകരിച്ചത്. 2014 രാജീവ് രവി സംവിധാനം ചെയ്ത ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു അഹാനയുടെ അരങ്ങേറ്റം. ആദ്യ ചിത്രത്തിലൂടെ തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടാൻ താരത്തിനായി. പിന്നീട് നിരവധി അവസരങ്ങൾ തേടിയെത്തിയപ്പോഴും അഹാന കഥാപാത്രങ്ങളെ തിരഞ്ഞെടുത്തത് വളരെ സെലക്റ്റീവായാണ്. എണ്ണത്തിലല്ല, ചെയ്ത കഥാപാത്രങ്ങൾ പ്രേക്ഷക ശ്രദ്ധ നേടുക എന്നതിലാണ് പ്രാധാന്യം നൽകുന്നതെന്ന് അവർ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഈ സമീപനം ഗുണമേന്മയുള്ള പ്രൊജക്ടുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള അവരുടെ താല്പര്യം വ്യക്തമാക്കുന്നു. തുടക്കകാലത്ത് താരപുത്രി ഇമേജിൽ മാത്രം അറിയപ്പെട്ട അഹാന സിനിമയിൽ തന്റേതായ ഒരിടം സ്ഥാപിച്ചെടുക്കാൻ ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ശക്തമായ കഥാപാത്രങ്ങളിലൂടെയും വ്യത്യസ്തമായ പ്രൊജക്ടുകളിലൂടെയും ആ കഷ്ടപ്പാടുകൾക്ക് ഫലം കണ്ടു. സിനിമയ്ക്ക് പുറത്തും അഹാനയ്ക്ക് വലിയൊരു ആരാധക വൃന്ദമുണ്ട്. ഇതിന് പ്രധാന കാരണം യൂട്യൂബ് ചാനലിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയുമുള്ള അവരുടെ സജീവമായ ഇടപെടലാണ്. അഹാനയുടെ വ്ലോഗുകൾ സിനിമ പോലെ കണ്ടിരിക്കാവുന്നതാണെന്നാണ് ആരാധകരുടെ അഭിപ്രായം. ഉയർന്ന പ്രൊഡക്ഷൻ ക്വാളിറ്റിയും ആകർഷകമായ ആഖ്യാന ശൈലിയും അവരുടെ വ്ലോഗുകളെ ശ്രദ്ധേയമാക്കുന്നു. വ്ലോഗുകളിലെ പ്രധാന ഉള്ളടക്കം വീട്ടിലെ വിശേഷങ്ങളും യാത്രാ വിവരണങ്ങളുമാണ്. കുടുംബത്തോടൊപ്പമുള്ള രസകരമായ നിമിഷങ്ങളും വ്യക്തിപരമായ ചിന്തകളും പങ്കുവെക്കുന്നതിലൂടെ ആരാധകരുമായി ശക്തമായ വൈകാരിക ബന്ധം സ്ഥാപിക്കാൻ അഹാനയ്ക്ക് കഴിഞ്ഞു. ഇത് താരത്തിന് ലഭിക്കുന്ന പ്രേക്ഷക പിന്തുണ വർദ്ധിപ്പിച്ചു. അഹാനയുടെ കരിയറിലെ പുതിയ ചുവടുവയ്പ്പാണ് സാരി ബിസിനസ്. അമ്മ സിന്ധു കൃഷ്ണയും അനിയത്തിമാരും ഈ സംരംഭത്തിൽ അഹാനയ്ക്കൊപ്പം സജീവ പങ്കാളികളാണ്. ഒരു കുടുംബ സംരംഭമായി ഇത് വളർത്തിയെടുക്കുന്നതിൽ അവർ വിജയിച്ചു. സാരി ബിസിനസ് ആരംഭിച്ചതിന് പിന്നാലെ ഉൽപ്പന്നങ്ങളുടെ വിലയുമായി ബന്ധപ്പെട്ട് രൂക്ഷ വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നു. താരത്തിന്റെ പ്രശസ്തി മുതലെടുത്ത് അമിത വില ഈടാക്കുന്നു എന്നതായിരുന്നു ആരോപണം. എന്നാൽ ഇത്തരം വിമർശനങ്ങളോടുള്ള അഹാനയുടെയും കുടുംബത്തിന്റെയും പ്രതികരണവും ശ്രദ്ധേയമായിരുന്നു. അതൊന്നും ഞങ്ങളെ ബാധിച്ചിട്ടേ ഇല്ല എന്ന മനോഭാവമാണ് അവർ സ്വീകരിച്ചത്. ബിസിനസ് തീരുമാനങ്ങൾ സ്വന്തം നിലയിൽ എടുക്കാനുള്ള അവരുടെ ആത്മവിശ്വാസം ഇത്തരം ഓൺലൈൻ ആക്രമണങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള അവരുടെ കഴിവും ഇതിലൂടെ വ്യക്തമാകുന്നു. ജോലിയുടെ തിരക്കിനിടയിലും കുടുംബത്തിന് വേണ്ടി സമയം കണ്ടെത്താൻ അഹാന ശ്രദ്ധിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു അഹാന കുടുംബസമേതമായി ദുബായിലേക്ക് പോയത്. ഏറെ നാളായി ആഗ്രഹിച്ച ഒരു വെക്കേഷൻ ആയിരുന്നു അതെന്നും അഹാന ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ പങ്കുവച്ചു. വിന്റർ സൺസെറ്റ് ദുബായ്, പിന്നെ എനിക്ക് ഏറെ പ്രിയപ്പെട്ടവരും. കുറെ കാലമായി ആഗ്രഹിച്ച വെക്കേഷൻ എന്ന അടിക്കുറപ്പോടെയാണ് അഹാന ചിത്രങ്ങൾ പങ്കുവച്ചത്. യാത്രയുടെ ചിത്രങ്ങൾക്ക് താഴെ ആരാധകരുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം ദിയ കൃഷ്ണയുടെ അസാന്നിധ്യമാണ്. ഇത്തവണയും ദിയയെ കൂട്ടിയില്ലേ? ദിയയുടെ കുറവ് കാണാനുണ്ട്. ദിയ വരാഞ്ഞിട്ടാണോ അതോ നിങ്ങൾ വിളിച്ചില്ലേ? തുടങ്ങിയ ചോദ്യങ്ങൾ കമന്റ് ബോക്സിൽ നിറഞ്ഞു. കൃഷ്ണകുമാർ കുടുംബത്തിലെ 4 പെൺമക്കളും ഒരുമിച്ചുള്ള നിമിഷങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ആരാധകരുടെ ആകാംക്ഷയാണിത്. യാത്രകൾ പൂർണ്ണമായി ആസ്വദിക്കുന്ന സിന്ധു കൃഷ്ണയെ പ്രശംസിച്ചുകൊണ്ട് അമ്മ ഒരു രക്ഷയുമില്ല, അമ്മയാണ് ശരിക്കും ആഘോഷിക്കുന്നതെന്നും ആരാധകർ കമന്റ് ചെയ്തു. സിന്ധു കൃഷ്ണയും അഹാനയും തമ്മിലുള്ള അമ്മ മകൾ ബന്ധം പലർക്കും പ്രചോദനമാണ്. മകളുടെ യാത്രകളെല്ലാം അവർക്കൊപ്പം ചേർന്ന് ആഘോഷമാക്കുന്നതിൽ സിന്ധു കൃഷ്ണ എന്നും മുന്നിലാണ്. മക്കൾ ചെറുപ്പമായിരുന്നപ്പോൾ സ്വന്തം ആഗ്രഹങ്ങൾ മാറ്റിവെച്ച് അവരെ മാത്രം നോക്കിയാണ് സിന്ധു കൃഷ്ണ ജീവിച്ചതെന്നും അഹാന പലപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്. ഇപ്പോൾ എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയതിനാൽ അമ്മ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നതിൽ അവർ ശ്രദ്ധിക്കുന്നു. വയ്യെന്നുണ്ടെങ്കിൽ പോലും മക്കൾ വിളിച്ചാൽ അവരോടൊപ്പം പോകാറുണ്ട്. അമ്മയെ നന്നായി മനസ്സിലാക്കിയ മകളാണ് അഹാന. യാത്രകൾ ആസൂത്രണം ചെയ്യുന്നതിൽ അഹാനയ്ക്ക് പ്രത്യേക കഴിവുമുണ്ട്. കൃത്യനിഷ്ഠതയുടെ കാര്യത്തിൽ അഹാനയുടെ സ്ഥാനം ഒന്നാമതാണെന്നും സിന്ധു കൃഷ്ണയും പറയുന്നു. രാവിലെ എഴുന്നേറ്റ് സ്ഥലം കാണാനും പുറത്ത് കറങ്ങി നടക്കാനും അഹാനയ്ക്ക് ഇഷ്ടമാണ്. മറ്റുള്ളവരെല്ലാം ഉറങ്ങുമ്പോൾ അമ്മയും മകളും മാത്രമായി നടക്കാൻ ഇറങ്ങാറുണ്ട്. അഹാന എല്ലാത്തിനും ഓർഗനൈസ്ഡ് ആണ്. പോകുന്ന സ്ഥലത്തെക്കുറിച്ചും അവിടുത്തെ പ്രത്യേകതകളെ കുറിച്ചും എല്ലാം പഠിച്ച് എല്ലാം നേരത്തെ നോക്കി പ്ലാൻ ചെയ്യുന്ന ശീലക്കാരിയാണ്. അഹാനയ്ക്കൊപ്പമാണ് യാത്ര പോകുന്നതെങ്കിൽ മറ്റൊരു കാര്യത്തെക്കുറിച്ചും താൻ ചിന്തിക്കാറില്ലെന്നും സിന്ധു കൃഷ്ണയും വ്യക്തമാക്കിയിരുന്നു. ഈ പരസ്പര വിശ്വാസവും സ്നേഹവുമാണ് ഈ കുടുംബത്തിന്റെ കരുത്ത്. അഭിനയ രംഗത്തും സോഷ്യൽ മീഡിയയിലും ബിസിനസ്സിലും എല്ലാം ഒരുപോലെ തിളങ്ങുന്ന അഹാന കൃഷ്ണ ശക്തമായ കുടുംബ ബന്ധങ്ങളോടുള്ള താല്പര്യം കൊണ്ടും പ്രശസ്തയാണ്. അവരുടെ ഓരോ നീക്കവും യുവതലമുറയ്ക്ക് പ്രചോദനമാകുന്നു.